നമസ്കാരം. വാർത്തോദയത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം അവശേഷിക്കെ നിശബ്ദ പ്രചാരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. രാവിലെ 8 മണിയോടെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുക. നിശബ്ദ പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. രാവിലെയോടെ പോളിംഗ് സാമഗ്രികൾ വിതരണം ആരംഭിക്കും. 13 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ അതത് കേന്ദ്രങ്ങളിൽ വെച്ച് വിതരണം ചെയ്യും. കോഴിക്കോട് നോർത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം JDTയിലും സൌത്തിലേത് മലബാർ ക്രിസ്ത്യൻ കോളേജിലും വെച്ചും നടക്കും. ഏകജാലകം വഴിയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം. എല്ലാ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകളും പോളിംഗ് ബൂത്തുകളിൽ ഭക്ഷണത്തിനും വിശ്രമത്തിനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. കനത്ത സുരക്ഷാ വലയമാണ് ജില്ലയിൽ ഉടനീളം ഒരുക്കിയിരിക്കുന്നത്. സമാധാന അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായി നാളെ വൈകിട്ട് 6 മുതൽ 24 രാത്രി 10 വരെ വടകര നഗരസഭ, ഒഞ്ചിയം, നാദാപുരം, പേരാമ്പ്ര, കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ ക്രിമിനൽ നടപടി ചട്ടം 144 പ്രകാരം ജില്ലാ കലക്ടർ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളം നാളെ പോളിംഗ് ബൂത്തിലെത്താനിരിക്കെ ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. അവസാന വോട്ടും പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങളിലാണ് മുന്നണികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഇന്ന് നടക്കും. ശബ്ദപ്രചാരണത്തിന് തിരശ്ശീല വീണതോടെ ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. തെക്കൻ കേരളത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ ചില പ്രധാന വ്യക്തിത്വങ്ങളെ കണ്ട് സഹായം അഭ്യർത്ഥിക്കും. മണ്ഡലങ്ങളിൽ വിട്ടുപോയ പ്രദേശങ്ങളും സന്ദർശിക്കും. പാർട്ടി പ്രവർത്തകർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയിറങ്ങി അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളിലുമാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ മുതൽ ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. 2,61,51,534 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 1,34,66,251 പേർ സ്ത്രീ വോട്ടർമാരുമാണ്. 1,26,84,839 പുരുഷ വോട്ടർമാരുമാണ്. 2,88,191 പേർ കന്നി വോട്ടർമാരാണ്. 24,970 പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെയുള്ളത്. പ്രശ്നസാധ്യതയുള്ള 3,621 പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വടകര വില്യപ്പള്ളിയിൽ LDF മഹിളാ പ്രവർത്തകരുടെ പ്രകടനത്തിന് നേരെ UDF അക്രമം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 16 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ടാണ് മഹിളാ പ്രകടനത്തിനും ഫ്ളാഷ് മോബിനും നേരെ UDF പ്രവർത്തകർ മുളകുപൊടി വിതറി കല്ലേറ് നടത്തിയത്. പ്രകടനത്തിന് നേരെ ഏകപക്ഷീയമായി UDF പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. രക്ഷിക്കാനെത്തിയ LDF പ്രവർത്തകരെയും ആക്രമിച്ചു. തലക്ക് ഗുരുതര പരിക്കേറ്റ കോറോത്ത് നാണുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK മോഹനൻ, LJD മണ്ഡലം പ്രസിഡന്റും LDF കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി വർക്കിംഗ് ചെയർമാനുമായ കടിഞ്ഞോത്ത് മീത്തൽ ബാബു എന്നിവർക്കും ഗുരുതര പരിക്കേറ്റു. തച്ചിലേരി ഉഷ, മലയിൽ ഗീത, സമീപകാലത്ത് ലീഗിൽ നിന്നും രാജിവെച്ച് LDFുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന താഴത്തുമടത്തിൽ ഉബൈദ് തുടങ്ങി നിരവധി പേർക്ക് പരിക്കേറ്റു. ശക്തമായ കല്ലേറിൽ തലക്കും കാലിലും നെഞ്ചിലുമാണ് മിക്കവർക്കും പരിക്കേറ്റത്. അമരാവതിയിൽ നിന്നും ആരംഭിച്ച ഫ്ളാഷ് മോബും പ്രകടനവും ഗാന്ധി സദനത്തിന് സമീപം പരിപാടി അവതരിപ്പിച്ചതിനു ശേഷം വില്യാപ്പള്ളി ടൗണിലേക്ക് പ്രവേശിക്കവെയായിരുന്നു അക്രമം. അക്രമികളെ തുരത്താൻ പോലീസ് 9 തവണ ഗ്രനേഡ് എറിഞ്ഞു. പരിക്കേറ്റവരെ വടകര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. LDF സ്ഥാനാർത്ഥി P ജയരാജൻ, CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ, AN ഷംസീർ MLA, മനയത്ത് ചന്ദ്രൻ തുടങ്ങിയവർ പരിക്കേറ്റവരെ സന്ദർശിച്ചു. കല്ലും അതുപോലെ തന്നെ തൊട്ടടുത്ത ഡേമാർട്ടിൽ നിന്ന് മുളകുപൊടി ഉൾപ്പെടെ വാങ്ങിച്ചുകൊണ്ടാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രകടനത്തെ ആക്രമിച്ചത്. പരാജയ ഭീതി മൂലം വടകരയിൽ പരാജയം സമ്മതിച്ചവർ പരാജയ ഭീതി മൂലം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊട്ടിക്കലാശത്തിനിടെ അമ്പലപ്പുഴയിൽ RSS BJP സംഘം നടത്തിയ അക്രമം വർഗീയ കലാപം ലക്ഷ്യമിട്ടാണെന്ന് LDF നേതാക്കൾ. അക്രമത്തിൽ പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ദേശീയപാതയോരത്തെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിനും കാണിക്ക വഞ്ചിക്കും നേരെയാണ് BJP സംഘം ബോധപൂർവം ആക്രമണം നടത്തിയത്. അമ്പലപ്പുഴയിൽ നടന്ന കൊട്ടിക്കലാശത്തിനിടയിലാണ് BJPയുടെ നേതൃത്വത്തിൽ ഹൈവേ ഉപരോധിക്കാനും ഇത് തടയാൻ ശ്രമിച്ച അമ്പലപ്പുഴ CA അടക്കമുള്ളവരെ ആക്രമിക്കുകയും ചെയ്തത്. ഇതിനിടയിൽ ചിലർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കാണിക്ക വഞ്ചിയോട് ചേർന്നുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം എറിഞ്ഞു തകർക്കാനും ശ്രമിച്ചതായി ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞു. ഒരു കൂട്ടം വലതുപക്ഷ തീവ്രവാദ സ്വഭാവമുള്ള BJP RSS പ്രവർത്തകർ കണ്ണിൽ കണ്ടവരെല്ലാം കല്ലെറിഞ്ഞു ആക്രമിച്ചു. ഇടതുപക്ഷ പ്രവർത്തകർക്കും സ്ത്രീകൾ ഉൾപ്പെടെ വലിയ തരത്തിൽ പരിക്കേറ്റുകയാണ്. ഒരു പാർട്ടിയിലും ഇല്ലാത്തവർക്കും പരിക്കേറ്റു. 30ഓളം ആളുകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്.
ഇടതുപക്ഷ പ്രവർത്തകർ വട്ടം കൂടി നിന്നതുകൊണ്ട് മാത്രമാണ് വിഗ്രഹത്തിനെതിരെയുള്ള ആക്രമണം തടയാൻ കഴിഞ്ഞതെന്നും വർഗീയ കലാപം സൃഷ്ടിച്ച് വോട്ട് മറിക്കാനുള്ള നീക്കമാണ് BJPയും കോൺഗ്രസും ചേർന്ന് നടത്തിയതെന്നും ഇടതുപക്ഷ നേതാക്കൾ ആരോപിച്ചു. വോട്ട് കച്ചവടത്തിന് കളമൊരുക്കാൻ കൂടിയുള്ള ഒരു പദ്ധതിയാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് അവർ ആലോചിച്ചതെന്നാണ് തോന്നുന്നത്. കാരണം ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് LDF പ്രവർത്തകരും ആ നാട്ടിലെ നാട്ടുകാരും വിശ്വാസികളെല്ലാം കൂടി സംരക്ഷണം കൊടുത്തുകൊണ്ട് വിഗ്രഹം തകർക്കാനുള്ള അവരുടെ നീക്കത്തെ തകർക്കാൻ പറ്റും. വിഗ്രഹം തകർന്നിരുന്നു എങ്കിൽ കേരളമൊട്ടാകെ ഇതും പറഞ്ഞ് വലിയ സംഘർഷത്തിനുള്ള കളമൊരുക്കാനായിരുന്നു പദ്ധതിയിട്ടത്. ഓരോ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താൻ അവസരം നൽകിയിട്ടും ഇത് മറികടന്ന് ചിലർ കയ്യേറ്റം നടത്താനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ളൊരു കലാപത്തിന് വഴിവെച്ചതെന്നും ഇവർ പറഞ്ഞു. സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു വാഹനം പോലീസ് പിടികൂടിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇടത് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊട്ടിക്കലാശത്തിന് പിന്നാലെ ആലത്തൂരിൽ UDFന്റെ ആസൂത്രിത ആക്രമണം. MLA KD പ്രസന്നൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് നേതാവ് പാളയം പ്രദീപ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ LDF പ്രവർത്തകരുടെ നേരെ കല്ലെറിയുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം CPM അക്രമം നടത്തിയെന്ന് വ്യാജ പ്രചരണവും. ആലത്തൂരിൽ പരസ്യപ്രചാരണ പരിപാടി കഴിഞ്ഞ ശേഷം മടങ്ങുന്നതിനിടെയാണ് UDF പ്രവർത്തകർ വ്യാപകമായി ആക്രമണം അഴിച്ചുവിട്ടത്. റോഡരികിലെ ബോർഡുകൾ ഉൾപ്പെടെ UDF പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാന്തരീക്ഷം ഉടലെടുത്തു. ഇതിനു പിന്നാലെ കോൺഗ്രസ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് പാളയം പ്രദീപിന്റെ നേതൃത്വത്തിൽ LDF പ്രവർത്തകർക്ക് നേരെ വ്യാപകമായി കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ ആലത്തൂർ MLA KD പ്രസന്നന് ഗുരുതരമായി പരിക്കേറ്റു. മേലാർക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മായൻ, സന്തോഷ്, 15 വയസ്സുകാരനായ അബു എന്നിവർക്കും പരിക്കേറ്റു. 2 പോലീസുകാർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ആസൂത്രിതമായി UDF പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കി കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മുൻകൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. രാഷ്ട്രീയം പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ വളരെ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ജനം തിരിച്ചറിയും. ഇതിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. അതിനൊന്നും ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയിട്ട് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്, ആരാണ് ഈ സംഭവത്തിൻ്റെ പിന്നിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണോ, UDFന്റെ പ്രവർത്തകരാണോ, ആരാണെന്ന് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് ഇവിടെ മൂടിവെക്കാനൊന്നുമില്ല. സംഭവത്തിന് പിന്നാലെ CPIM ആക്രമണം നടത്തിയെന്ന് പ്രചരിപ്പിച്ച UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും കോൺഗ്രസ് MLA അനിൽ അക്കരയും ആശുപത്രിയിലെത്തി. എന്നാൽ ഇരുവർക്കും പരുക്കൊന്നുമുണ്ടായിരുന്നില്ല. UDF ആക്രമണം മൂടിവെച്ച് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് UDF നേതാക്കളുടെ ശ്രമം. കൈരളി ന്യൂസ്, പാലക്കാട്. ഇടുക്കിയിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ടെന്നും അതിനാൽ തന്നെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കള്ളപ്രചാരണം നടത്തുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു. ഇന്ന് മൗനപ്രചാരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി. നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ആണ്. ഇന്ന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ? മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണും. മിക്കവാറും എല്ലാ നിയോജക മണ്ഡലത്തിലെയും നമ്മളുടെ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന മറ്റ് സംഘടനകളും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ കൂടി ആലോചിക്കും. നാളത്തെ പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അത് ഏറ്റവും സുഗമമായി നടത്തുന്നതിനുള്ള പൊതുവായൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാവും. പ്രധാനപ്പെട്ട വോട്ടഭ്യർത്ഥിക്കേണ്ടവരും അതിൻ്റെ ഇടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയവരായി ആരെങ്കിലുമൊക്കെ കാണേണ്ടവരുണ്ടെങ്കിൽ അവരെയും കാണണം. പരസ്യപ്രചാരണത്തിന് കൂടുതൽ സമയം കിട്ടിയ വ്യക്തി കൂടിയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ വന്നതുകൊണ്ട് അതിൻ്റെ ആ തുടക്കം മുതലുണ്ടായിരുന്ന ഒരു ആവേശം അവസാനത്തിലും നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലമായി ആളുകളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആത്മബന്ധം മുഴുവൻ ആളുകളുമായി എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അതിനകത്തൊരു വലിയ മാറ്റം ഉണ്ടായില്ല. അപ്പോൾ കൂടുതലായി ആളുകൾ വലിയ തോതിൽ നമ്മളോടുള്ളൊരു സ്നേഹവും അടുപ്പമൊക്കെ കാണിക്കുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ രാഷ്ട്രീയമോ മറ്റ് നിലപാടുകൾക്കോ അപ്പുറത്താണ് ആളുകൾ നമ്മളോട് കാണിക്കുന്നൊരു സ്നേഹവും അടുപ്പവും ഉണ്ടായിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും വളരെ വ്യക്തവുമായിരുന്നു. അത് നൽകുന്നൊരു ആത്മവിശ്വാസം വളരെ വലുതാണ്. അതിൽ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എന്തായിരുന്നോ ആളുകളുമായി ഉണ്ടായിരുന്ന ആളുകളുടെ ഇടയിലുണ്ടായിരുന്ന അന്നത്തെ ആവേശവും അന്നത്തെ സമീപനവും അതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ലാത്ത അവരിലൊരാൾ ഇടുക്കിയിൽ നിന്ന് വീണ്ടും MP ആകണം എന്ന അവരുടെ ഒരു പൊതുവികാരം
അത് വല്ലാതെ ആളുകളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഇടുക്കിയിൽ നമ്മളിലൊരാൾ ജനപ്രതിനിധിയായി ഉണ്ടായ മാറ്റം അത് ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇടുക്കിക്കാരിലൊരാൾ, ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെ ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരാൾ, അവർക്കൊപ്പം നിൽക്കുന്ന ഒരാൾ MP ആകണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് വേറെ ചോയ്സ് ഇല്ല. അവരുടെ ചോയ്സ് ജോയ്സാണ്. എല്ലാ ആശംസകളും. താങ്ക് യു. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. കൊളംബോ സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ട റസീനയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി തുടങ്ങി. ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ സ്വദേശിനി റസീനയുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇവരുടെ ബന്ധുക്കളുമായും ഹൈക്കമ്മീഷണർ ഓഫീസുമായും നോർക്ക അധികൃതർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. റസീനയുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പൊതുപ്രചാരണത്തിന് സമാപനം കുറിച്ച് മുന്നണികൾ വൻ ബഹുജന റാലികൾ സംഘടിപ്പിച്ചു. 7 നിയമസഭാ മണ്ഡലങ്ങളിലും വൻ ജനപങ്കാളിത്തത്തോടെ റോഡ് ഷോ സംഘടിപ്പിച്ച LDF പ്രചാരണത്തിലെ മേൽക്കൈ കൊട്ടിക്കലാശത്തിലും ആവർത്തിച്ചു. UDFും NDAയും കാസർഗോഡും LDF പയ്യന്നൂരിലും കൊട്ടിക്കലാശ റാലികൾ സംഘടിപ്പിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിനെന്ന് കൊടിതാഴുമ്പോൾ തുടക്കം മുതൽ നേടിയെടുത്ത ആധിപത്യം നിലനിർത്താൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തിലാണ് LDF പ്രവർത്തകർ. ചില മാധ്യമങ്ങളുടെ പ്രീപോൾ സർവേകൾ അപ്രസക്തമാക്കുകയാണ് LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ. എന്നാൽ വിജയപ്രതീക്ഷ കൈവിടുന്നില്ല UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രികുണ്ടാറും. 3 വട്ടം പൊതുപ്രചാരണം പൂർത്തിയാക്കിയ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഇത്തവണ LDFന് റെക്കോർഡ് ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല ജനപിന്തുണയാണ് LDFന് കാസർഗോഡ് മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലങ്ങളിലും വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു. LDF മാത്രമല്ല, LDFന് പുറത്തുള്ള മതേതര ജനാധിപത്യ വിശ്വാസികളും നമ്മുടെ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന നിഷ്പക്ഷ മതികൾ ഉൾപ്പെടെ LDFനെ പിന്നാകുന്ന രാഷ്ട്രീയ സഹകരണം. ചില മാധ്യമങ്ങളുടെ പെയ്ഡ് സർവേയാണ്. ആ സർവേക്ക് ഒരു റീസർവേ മെയ് 21 വോട്ടെണ്ണം വരും. ആ റീസർവേ LDFന് അനുവദിക്കും. വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ തേടുന്ന പ്രവർത്തനത്തിലാണ് ഇപ്പോഴും KP സതീഷ് ചന്ദ്രൻ. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇന്ന് സമാപനമാകുന്നത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള മുൻനിര നേതാക്കൾ പങ്കെടുത്ത വൻ ജനപങ്കാളിത്തമുള്ള LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ ശ്രദ്ധേയമായി. അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനമാണ് LDFന് ഈ നേട്ടം കൈവരിക്കാൻ അവസരമൊരുക്കിയത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും ഏറെ ആത്മവിശ്വാസത്തിലാണ്. അടിയൊഴുക്കുകൾ തനിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്നാൽ NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രികുണ്ടാർ വിജയം അവകാശപ്പെടുന്നുവെങ്കിലും മണ്ഡലത്തിൽ നിലവിലുള്ള വോട്ട് വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ശക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മണ്ഡലമാണ് കാസർഗോഡ്. അതാണ് അതിന്റെ പാരമ്പര്യവും. ഈ ചരിത്ര പശ്ചാത്തലം തന്നെയാണ് KP സതീഷ് ചന്ദ്രന്റെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയും. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. പ്രചാരണ രംഗത്തെ മേധാവിത്വം കുട്ടിക്കലാശത്തിൽ നിലനിർത്തി കണ്ണൂരിലെ ഇടത് സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ. കണ്ണൂർ നഗരത്തെ ഇളക്കിമറിച്ച LDF റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. കുട്ടിക്കലാശത്തിനിടെ കണ്ണൂരിലും മട്ടന്നൂരിലും UDF പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടു. കണ്ണൂർ നഗരം വൈകുന്നേരം 4 മണിയോടെ ചെങ്കടലായി മാറി. നഗരത്തിലേക്ക് LDF പ്രവർത്തകരുടെ നിലയ്ക്കാത്ത പ്രവാഹം. ബാൻഡ് മേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ആയിരങ്ങൾ അണിനിരന്ന LDF റാലി നഗരം ചുറ്റി KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത് ഉറച്ച വിജയപ്രതീക്ഷയിൽ ശ്രീമതി ടീച്ചർ, EP ജയരാജൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, KK രാഗേഷ്, MB ജയരാജൻ തുടങ്ങിയ LDF നേതാക്കൾ റാലിക്ക് നേതൃത്വം നൽകി. കൊട്ടിക്കലാശത്തിനിടെ കണ്ണൂരിലും മട്ടന്നൂരിലും കാസർഗോഡ് മണ്ഡലത്തിൽപ്പെട്ട പഴയങ്ങാടിയിലും സംഘർഷമുണ്ടായി. UDF പ്രവർത്തകരുടെ കല്ലേറിലും കയ്യേറ്റത്തിലും 15ഓളം LDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. കൊട്ടിക്കലാശത്തിന്റെ അവസാന മിനിറ്റുകളിൽ ആവേശ കൊടുമുടിയിലായിരുന്നു LDF പ്രവർത്തകർ. കണ്ണൂർ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം. പ്രചരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കണ്ട അച്ചടക്കം കൊട്ടിക്കലാശത്തിലും പ്രകടമായിരുന്നു. കണ്ണൂർ നഗരത്തിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. വടകരയെ ചെങ്കടലാക്കി കൊട്ടിക്കലാശം ആവേശത്തിലാറാടി. 10,000ങ്ങൾ 1.5 മാസമായി നടത്തുന്ന ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വീറും വാശിയുമെല്ലാം കൊട്ടിക്കലാശത്തിൽ പ്രകടമായി. രാവിലെ തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച P ജയരാജന്റെ റോഡ് ഷോ
ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ജനങ്ങളെ ആവേശഭരിതരാക്കി. ആയിരക്കണക്കിന് യുവജനങ്ങൾ ഇരുചക്ര വാഹനങ്ങളിൽ പ്രിയ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വൈകിട്ട് 3 മണിയോടെ LDF പ്രവർത്തകർ പഴയ സ്റ്റാൻഡ് പരിസരത്ത് അലയടിച്ചെത്താൻ തുടങ്ങി. 5 മണിയോടെ ജനസാഗരമായി. മുദ്രാവാക്യം വിളിയും ബാൻഡ് മേളങ്ങളും. 5:30യോടെ സ്ഥാനാർത്ഥി P. ജയരാജന്റെ മാസ് എൻട്രി. പ്രവർത്തകരുടെ ആവേശം കൊടുമുടിയിലെത്തി. ഒന്നര മാസമായി നടക്കുന്ന ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വീറും വാശിയുമെല്ലാം കൊട്ടിക്കലാശത്തിൽ പ്രകടമായി. രാവിലെ തലശ്ശേരിയിൽ നിന്നാരംഭിച്ച P. ജയരാജന്റെ റോഡ് ഷോ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ജനങ്ങളെ ആവേശഭരിതരാക്കി. ആയിരക്കണക്കിന് യുവജനങ്ങൾ ഇരുചക്ര വാഹനങ്ങളിൽ പ്രിയ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വൈകിട്ട് 3 മണിയോടെ LDF പ്രവർത്തകർ പഴയ സ്റ്റാൻഡ് പരിസരത്തേക്ക് അലയടിച്ചെത്താൻ തുടങ്ങി. 5 മണിയോടെ ജനസാഗരമായി. മുദ്രാവാക്യം വിളിയും ബാൻമേളങ്ങളും. 5:30യോടെ സ്ഥാനാർത്ഥി P. ജയരാജന്റെ മാസ് എൻട്രി. പ്രവർത്തകരുടെ ആവേശം കൊടുമുടിയിലെത്തി. ഈ പ്രചാരണത്തിന്റെ അവസാന നിമിഷത്തിൽ ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങളെ സാക്ഷിയാക്കി ഞാൻ ഒരു കാര്യം കൂടി പ്രഖ്യാപിക്കുന്നു. ഏപ്രിൽ 23-ാം തീയതി പോളിംഗ് നടന്ന് മെയ് 23-ാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ചരിത്ര ഭൂരിപക്ഷം ഇവിടുത്തെ LDF-ന് വടകരയിൽ P. ജയരാജന്റെ വിജയം ഉറക്കെ പ്രഖ്യാപിച്ചാണ് 10,000 കൊട്ടിക്കലാശത്തിൽ അണിചേർന്നത്. കടത്തനാടൻ മണ്ണ് അക്ഷരാർത്ഥത്തിൽ ചുവന്നു തൊടുത്തു. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. പൂരത്തെ വെല്ലുന്നതായിരുന്നു കൊല്ലത്തെ കൊട്ടിക്കലാശം. ആവേശം വാനോളം ഉയർന്നു. മുന്നണികൾ അവരവരുടെ ശക്തി തെളിയിക്കാൻ മത്സരിച്ചു. ജനങ്ങളുടെ പിന്തുണയാണ് തന്റെ ശക്തിയെന്ന് ഇടത് സ്ഥാനാർത്ഥി KN ബാലഗോപാൽ പറഞ്ഞു. വൈകിട്ട് 4 മണിയോടെ കൊല്ലം ചിന്നക്കടയിൽ എല്ലാ മുന്നണികളും പാർട്ടി കൊടികളും ചിഹ്നങ്ങളുമായി അണിനിരന്നതോടെ നഗരം ഉത്സവലഹരിയിലായി. വോട്ട് പിടിക്കാനുള്ള പ്രചരണതന്ത്രങ്ങൾ പ്രകടമായി. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് ഗാനങ്ങളും അനൗൺസ്മെന്റും വലിയ ശബ്ദത്തോടെ എല്ലാ ദിക്കുകളിലും കേൾക്കുമാറ് മുന്നണികൾ ഉച്ചഭാഷിണി മുഴക്കി. കൊടികൾ ഏറ്റവും ഉയരത്തിൽ കാട്ടാനും മത്സരിച്ചു. മുഖത്ത് ചായം പൂശിയും നൃത്തം വെച്ചും ആവേശം പ്രകടിപ്പിച്ചു. ഇതിനിടെ ഇടതു സ്ഥാനാർത്ഥി KN ബാലഗോപാലും മുകേഷ് MLA, മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, PK ഗുരുദാസൻ, നൌഷാദ് MLA എന്നിവർ വാഹനത്തിലെത്തിയപ്പോൾ മുദ്രാവാക്യം മുഴങ്ങി. ജനങ്ങളുടെ പിന്തുണയാണ് തന്റെ ശക്തിയെന്ന് ബാലഗോപാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി 40 ദിവസത്തിലധികമായ പ്രചരണം നടന്നു കഴിയുമ്പോഴേക്കും വളരെ അനുകൂലമായ കൂടുതൽ അനുകൂലമായ സാഹചര്യമാണ്. നേരത്തെ തന്നെ കൊല്ലം ഇടതുപക്ഷത്തിന് അനുകൂലമായ മണ്ഡലമാണ്. പൊതുവിൽ ഏറ്റവും സജീവമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത്രയും ദിവസം കൂടി കിട്ടിയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം നമുക്ക് എതിരായി UDF വലിയ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും അവരുടെയും അതുപോലെ തന്നെ BJP-യുടെയും രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റി. ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരും സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യക്തിപരമായ ഞാനും ഞങ്ങളെല്ലാം പരമാവധി ആളുകളുടെ അടുത്തേക്ക് എത്തി എല്ലാവരെയും കാണാനും നേരിട്ട് സംസാരിക്കാനും ഒക്കെയുള്ള ഈ പ്രവർത്തനങ്ങൾ സജീവമാക്കിയതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 40 ദിവസത്തിലധികം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് ഇപ്പോൾ സമാപനമായിരിക്കുന്നത്. ഇന്ന് ചിന്നക്കടയിൽ കലാശക്കൊട്ട് അതിഗംഭീരമായിരുന്നു. ഓരോ മുന്നണികളും ആരാണ് അവർക്ക് ശക്തരെന്ന് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു ഇവരുടെ പ്രദർശനം മുഴുവനും. ഒരു പ്രദർശന മത്സരം തന്നെയാണ് നടന്നത്. ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവമായി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഒരു ക്ഷേത്രത്തിൽ കാണാൻ കഴിയാത്ത ഒരു ആവേശവും പ്രോത്സാഹനവും വലിയ ഒരു തരത്തിലുള്ള രസമായ ഒരു അനുഭവം തന്നെയായിരുന്നു. ചിന്നക്കടയിൽ നിന്ന് നമുക്ക് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഇനി നിശബ്ദമായി ഒരു ദിവസം നീണ്ടു നിശബ്ദ പ്രവർത്തനമാണ്. അത് കഴിഞ്ഞാൽ വോട്ട് പെട്ടിയിൽ ആർക്കാണ് ഇനി സാധ്യത എന്ന് അറിയാൻ കഴിയും. ചിന്നക്കടയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ. ആറ്റിങ്ങൽ നഗരത്തിൽ ആവേശത്തിരയിളക്കി കൊട്ടിക്കലാശം. ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോയ്ക്ക് ശേഷമാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ കൊട്ടിക്കലാശം അവസാനിച്ചത്. ആയിരക്കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഡോക്ടർ A. സമ്പത്തിന്റെ വാഹന പര്യടനം ഇന്ന് രാവിലെ കാട്ടാക്കടയിൽ നിന്നാണ് ആരംഭിച്ചത്. ആവേശത്തിരയിളക്കി 10,000-ഓളം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കാട്ടാക്കടയിൽ നിന്നും LDF റോഡ് ഷോ ആരംഭിച്ചത്. പട്ടാഭിഷേകത്തിന് മുന്നോടിയായുള്ള അശ്വമേധം പോലെ സമ്പത്ത് ആറ്റിങ്ങലിലെ എല്ലാ മണ്ഡലത്തിലും ഒരു റൗണ്ട് പര്യടനം നടത്തി. റോഡ് ഷോ ഉച്ചയ്ക്ക് 1 മണിയോടെ വർക്കലയിൽ സമാപിച്ചു. തുടർന്ന് ആറ്റിങ്ങൽ നഗരത്തിലെത്തിയ ഇടതുമുന്നണി പ്രവർത്തകർ കൊട്ടിക്കലാശം ആരംഭിച്ചു. കൊഴുപ്പ് കൂട്ടാൻ പ്രചരണ വണ്ടികളും എത്തിയതോടെ ആവേശം അണപൊട്ടി. അടൂർ പ്രകാശ് ഇന്ന് മണ്ഡലത്തിൽ റോഡ് ഷോ മാത്രമാണ് നടത്തിയത്.
രാവിലെ ആറ്റിങ്ങലിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ വൈകിട്ട് കാട്ടാക്കടയിൽ സമാപിച്ചു. ശോഭാ സുരേന്ദ്രനും വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. കുട്ടിക്കലാശത്തിനിടെ വർക്കല മൈതാനത്ത് വെച്ച് BJP CPIM പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായതെന്നൊഴിച്ചാൽ പൊതുവിൽ സമാധാനപരമായിരുന്നു കുട്ടിക്കലാശം. ഒരു വലിയ മെച്ചപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിശ്വാസം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഈ റോഡ് ഷോയിൽ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് ഒപ്പം സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ നിന്നും ക്യാമറമാൻ അജിത്തിനൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർത്തിയാകും.